നമസ്കാരം. ന്യൂസ് 18 ഇന്ത്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗ്യാൽവാൻ താഴ്വരയിൽ ചൈനീസ് സൈനികരുമായി ഉണ്ടായ ഏറ്റുമുട്ടൽ കൊളുത്തിവിട്ട തർക്കങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമായി തുടരുകയാണ്. സർവകക്ഷി യോഗത്തിന് ശേഷം പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം ഏറ്റുപിടിച്ചാണ് ഇപ്പോഴുള്ള വിവാദങ്ങളെല്ലാം. പ്രധാനമന്ത്രി പറഞ്ഞത് തെറ്റെന്ന് പ്രതിപക്ഷവും അല്ല തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് BJPയും പറയുമ്പോഴും അടുത്ത നടപടി എന്തെന്ന് ഇനിയും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല. എന്താണ് സംഭവിച്ചതെന്നതിൽ ഇനിയും അവ്യക്തത തുടരുന്നു. നിലവിൽ കേന്ദ്രം വ്യക്തമാക്കിയ ഒരു നിലപാട് ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നതാണ്. പക്ഷേ ഈ ബഹിഷ്കരണം എത്രത്തോളം നടപ്പിലാക്കാനാകും? വ്യക്തമാക്കുന്നില്ല. അതിർത്തിയിൽ സ്ഥിതി ഇങ്ങനെ തുടരുമ്പോഴും ആക്രമണം സംബന്ധിച്ച് പ്രധാനമന്ത്രി പറഞ്ഞതുയർത്തി കടന്നാക്രമണം തുടരുകയാണ് പ്രതിപക്ഷം. ചൈനീസ് പട്ടാളക്കാരുമായുള്ള ഏറ്റുമുട്ടലിലാണ് നമ്മുടെ സൈനികർ വീരമൃത്യു വരിച്ചത്. അതിൽ തർക്കമില്ല. ചൈനീസ് സൈനികർ അതിർത്തി കടന്നിട്ടില്ലെന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ ആക്രമണം നടന്നത് ഇന്ത്യൻ സൈനികർ അതിർത്തി ലംഘിച്ചതിനാലാണ് എന്ന വ്യാഖ്യാനത്തിലേക്കാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ എത്തുന്നത് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അതുകൊണ്ടാണ് എവിടെ വച്ചാണ് ഇന്ത്യൻ സൈനികർ ആക്രമിക്കപ്പെട്ടതെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കണമെന്ന് രാഹുൽ ഗാന്ധിയും നേതാക്കളും ആവശ്യപ്പെട്ടത്. ആ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വിശദീകരണവുമായി എത്തിയത്. വിവാദമായ പരാമർശത്തിന് വിശദീകരണം നൽകി പ്രതിസന്ധിയുടെ ആഘാതം കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് ഭരണപക്ഷവും. 2008 में कांग्रेस पार्टी ने एक MOU किया चाइनीज कम्युनिस्ट पार्टी के साथ, जिसके साइनिंग में राहुल गांधी स्वयं साइन कर रहे हैं चाइना की कम्युनिस्ट पार्टी के प्रतिनिधि के साथ, और पीछे सोनिया जी खड़ी हैं और अभी वहां के राष्ट्रपति प्रेसिडेंट शी भी खड़े हैं जो उनके जनरल सेक्रेटरी थे. अभी तक कांग्रेस पार्टी ने यह नहीं बताया कि पार्टी टू पार्टी ये रिश्ता क्यों बना. द कांग्रेस पार्टी हैज येट नॉट एक्सप्लेन्ड what was the compelling need to have a party to party relationship, and that too with China. ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്ന നിർദ്ദേശം ഉയർത്തിക്കാട്ടിയാണ് ഇവയെ BJP നേരിടുന്നത്. 2008 മുതൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര ബന്ധമുള്ള രാജ്യം ചൈനയാണെന്ന് ഇന്ത്യയിലെ ചൈനീസ് എംബസി വ്യക്തമാക്കുന്നു. 2019 ജനുവരി മുതൽ നവംബർ വരെ 68 ബില്യൺ അമേരിക്കൻ ഡോളറാണ് ഇടപാട്. മുൻ വർഷത്തെ അപേക്ഷിച്ച് 3.5% കുറവുണ്ടെങ്കിലും ചൈനീസ് എംബസിയുടെ വാദം ശരിവെക്കുന്നതാണ് കണക്കുകൾ. നരേന്ദ്രമോദി സർക്കാർ 2014 അധികാരത്തിലെത്തിയ ശേഷം ചൈനയുമായുള്ള വ്യാപാര ബന്ധം ഏറെ മെച്ചപ്പെട്ടു. 76.87 ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ വ്യാപാരമാണ് 2018 നടന്നത്. 9 തവണയാണ് പ്രധാനമന്ത്രി മോദി ചൈന സന്ദർശിച്ചത്. 5 തവണ നടപ്പിലാവില്ല എന്നത് തന്നെയാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. വ്യക്തമായ നയവും ആസൂത്രണവും ഇല്ലെങ്കിൽ പിഴയ്ക്കുന്ന നിർദ്ദേശമാണത്. ചൈനയുമായി അത്ര നല്ല അടുപ്പത്തിലല്ലെങ്കിലും റഷ്യയുടെയും വ്ളാഡിമിർ പുടിന്റെയും നിലപാട് ഏറെ നിർണായകമാകും. രാജ്നാഥ് സിംഗിന്റെ റഷ്യൻ സന്ദർശനത്തിനിടെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെടട്ടെ എന്ന നിഷ്പക്ഷ നിലപാടിനപ്പുറമൊന്നും റഷ്യ കൈക്കൊണ്ടിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ലോകമെങ്ങും മഹാമാരിയിൽ വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ ചൈന ഈ കാണിച്ചു കൂട്ടുന്നത് എന്താണ്? ചൈനയുടെ ആജീവനാന്ത അധികാരിയായി സ്വയം അവരോധിക്കപ്പെട്ട ഷീ ജിൻപിങ് സാമ്രാജ്യം വികസിപ്പിക്കാനുള്ള നോട്ടത്തിലാണോ? ഈ ചോദ്യം ആവർത്തിക്കുക മാത്രമേ നമുക്ക് സാധ്യമായുള്ളൂ. കോവിഡ് വ്യാപനം ആരംഭിച്ചതു മുതൽ WHO പോലുള്ള സംഘടനകളുടെ ആശങ്ക ഇന്ത്യ പോലെ ജനസംഖ്യ ഏറെയുള്ള രാജ്യത്തെ സ്ഥിതി എന്താകും എന്നതായിരുന്നു. തുടക്കത്തിൽ ലോക്ക്ഡൌൺ പോലുള്ള കർശന നിയന്ത്രണങ്ങളെല്ലാം ഏർപ്പെടുത്തിയെങ്കിലും ഇന്ന് ഭയന്നതുപോലെയെല്ലാം സംഭവിക്കുകയാണ്. അമേരിക്കയ്ക്കും ബ്രസീലിനും പിന്നാലെ ഇന്ത്യയും കോവിഡ് വ്യാപന കേന്ദ്രമായി മാറുകയാണ്.
പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം ഉയരുകയാണ്. 5 ലക്ഷത്തിലേറെ കോവിഡ് കേസുകളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ 24 മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്തത് 15,000-ത്തിലധികം കേസുകളാണ്. ഇന്ത്യയിലെ രോഗവ്യാപന നിരക്ക് കണക്കിലെടുത്താൽ ഒരാഴ്ചയ്ക്കുള്ളിൽ രോഗികളുടെ എണ്ണത്തിൽ റഷ്യയെ മറികടന്ന ഇന്ത്യ 3-ാം സ്ഥാനത്തെത്തും. രോഗികളുടെ എണ്ണത്തിൽ ഇന്ത്യ 4-ാമതാണെങ്കിലും മരണനിരക്ക് റഷ്യയേക്കാൾ ഉയർന്നതാണെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ICMR-ന്റെയും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെയും കണക്കുകൾ സൂചിപ്പിക്കുന്നത് പുതിയ കോവിഡ് കേസുകളെക്കാൾ രോഗം ഭേദമാകുന്നവരുടെ എണ്ണമാണ് കൂടുതൽ എന്നാണ്. 58.24% ഇന്ത്യയിൽ രോഗം ഭേദമാകുന്നതിന്റെ നിരക്ക്. രാജ്യത്തെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാനായി നിയന്ത്രണങ്ങൾ ഓരോന്നായി കേന്ദ്ര സർക്കാർ മാറ്റുമ്പോഴും രോഗവ്യാപനം പല സംസ്ഥാനങ്ങളെയും കർശന നിയന്ത്രണങ്ങളിലേക്ക് എത്തിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ സ്ഥിതി ഗുരുതരമായി തുടരുമ്പോഴും കൂടുതൽ ഇളവുകൾ നൽകാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. തമിഴ്നാട്ടിൽ ചെന്നൈ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അസമിലും ആന്ധ്രാപ്രദേശിലും ജാർഖണ്ഡിലും പശ്ചിമ ബംഗാളിലുമെല്ലാം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഏറെ ആശങ്ക നൽകുന്നത് ഡൽഹിയിലെ സ്ഥിതിയാണ്. ഡൽഹിയിലെ രോഗികളുടെ വർധനവ് മുംബൈയുടെ നിരക്കിനേക്കാൾ കൂടുതലാണ്. പ്രതിദിനം 3,320 രോഗികളെന്ന നിരക്കിലാണ് ഡൽഹിയിൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മുംബൈയിലാകട്ടെ ഈ നിരക്ക് 1,134 മാത്രമാണ്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ മുംബൈയിലെ കോവിഡ് കേസുകളിൽ ഗണ്യമായ വർധന ഉണ്ടായിട്ടില്ല. 2 ആഴ്ചയായി ചെന്നൈയിലെ സ്ഥിതിയും സമാനമാണ്. കോവിഡിന്റെ കർവ് ഫ്ലാറ്റൻ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് തടയാൻ ഈ 2 നഗരങ്ങൾക്കും സാധിച്ചപ്പോൾ ഡൽഹിയിലുണ്ടായത് വർധനയാണ്. ഇതുതന്നെയാണ് ആശങ്ക ഇരട്ടിയാക്കുന്നത്. മുംബൈയിലെ കോവിഡ് മരണനിരക്ക് 5.7%, ഡൽഹിയിലേത് 3.36%. ഇതിനിടയിലും രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഡൽഹിയിൽ ശമനമില്ല. ഡൽഹിക്ക് പുറത്തുനിന്നുള്ളവർക്ക് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ നൽകുന്നതിനെ ചൊല്ലി തന്നെയാണ് ഇപ്പോഴും തർക്കങ്ങൾ തുടരുന്നത്. രോഗികൾക്ക് നൽകാൻ കിടക്കകൾ ലഭ്യമല്ലെന്നും ഇതിന് കാരണം ലഫ്റ്റനന്റ് ഗവർണറുടെ നിലപാടാണെന്നുമുള്ള ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയുടെ വാദങ്ങൾ തന്നെയാണ് ഇതിൽ പ്രധാനം. എന്നാൽ ഡൽഹി സർക്കാരിന്റെ തന്നെ ആപ്പിൽ നിന്നുള്ള വിവരങ്ങൾ ഇതിന് വ്യത്യസ്തമാണ്. നിലവിൽ ഡൽഹിയിൽ രോഗികൾക്ക് ആവശ്യത്തിന് കിടക്കകൾ ലഭ്യമാണ്. എന്നാൽ എല്ലാ കണക്കുകളും വ്യക്തമാക്കുന്നത് സ്ഥിതി ഇത്തരത്തിൽ തുടർന്നാൽ ഒരു പക്ഷേ ഡൽഹിയിലെ ആശുപത്രികളിലെ സൗകര്യങ്ങളും കിടക്കകളും മതിയാകില്ല എന്നു തന്നെയാണ്. ഇത് ചൂണ്ടിക്കാട്ടി ലഫ്റ്റനന്റ് ഗവർണർ അനിൽ ബൈജാലിന്റെയും പ്രധാനമന്ത്രിയുടെയും ഒക്കെ ഇടപെടലാണ് ഡൽഹി സർക്കാർ ആവശ്യപ്പെടുന്നത്. കോവിഡ് വ്യാപന ആശങ്ക രാഷ്ട്രീയത്തെയും ബാധിച്ചിട്ടുണ്ട്. ബീഹാർ പോലെ ഈ വർഷം തെരഞ്ഞെടുപ്പിന് പോകേണ്ട സംസ്ഥാനങ്ങളിൽ പ്രചാരണം എങ്ങനെ നടത്തുമെന്നതാണ് അതിൽ പ്രധാനം. എല്ലാ രാഷ്ട്രീയക്കാരും സമ്മതിദായകരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നത് പോലെ മറ്റൊരു പ്രചാരണത്തിനും ആഴം നൽകാനാകില്ല എന്നു തന്നെയാണ് വിശ്വസിക്കുന്നത്. പുതുതലമുറ നേതാക്കളും ഇതേ കാഴ്ചപ്പാടുള്ളവർ തന്നെയാണ്. ഇന്ത്യയിൽ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചെങ്കിലും ഇത് എത്രത്തോളം തെരഞ്ഞെടുപ്പുകളിൽ ഉപയോഗപ്രദമാകുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കോവിഡ് പടർന്നു പിടിക്കുന്ന മഹാരാഷ്ട്രയിൽ നിന്ന് ചില നല്ല വാർത്തകളും എത്തുന്നു. കോവിഡ് ബാധിതരും അല്ലാത്തവരുമായ രോഗികൾക്ക് ആവശ്യമായ ഓക്സിജൻ സിലിണ്ടർ സൗജന്യമായി എത്തിച്ചു നൽകുകയാണ് 2 സുഹൃത്തുക്കൾ. ഇതിനായി ഒരാൾ സ്വന്തം കാർ പോലും വിറ്റു.
അമേരിക്കയിലെ ന്യൂയോർക്ക് പോലെയാണ് ഇന്ത്യയിലെ മഹാരാഷ്ട്ര. കോവിഡ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നതുമെല്ലാം മഹാരാഷ്ട്രയിലാണ്. അതിനാൽ തന്നെ മറ്റ് രോഗികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ സർക്കാരും അതുപോലെ തന്നെ സ്വകാര്യ ആശുപത്രികളും പ്രയാസപ്പെടുന്ന അവസ്ഥയാണിപ്പോൾ. ഈ സ്ഥിതിക്ക് തങ്ങളാൽ കഴിയുന്ന സഹായം നൽകുകയാണ് മുംബൈ സ്വദേശികളായ 2 സുഹൃത്തുക്കൾ. കോവിഡ് ബാധിതരായ രോഗികളുടെ കുടുംബങ്ങൾക്ക് സൗജന്യമായി ഓക്സിജൻ സിലിണ്ടറുകൾ നൽകിയാണ് ഷാനവാസ് ഷെയ്ഖിന്റെയും അബ്ബാസ് റിസ്വിയുടെയും പ്രവർത്തനം. ജൂൺ 5 മുതലാണ് ഇരുവരും ചേർന്ന് ഓക്സിജൻ സിലിണ്ടറുകൾ കോവിഡ് രോഗികളുടെ ബന്ധുക്കൾക്ക് ഏൽപ്പിക്കാൻ ആരംഭിച്ചത്. ഇതുവരെ 250-ലേറെ കുടുംബങ്ങൾക്ക് ഇവർ സൗജന്യമായി ഓക്സിജൻ സിലിണ്ടർ കിറ്റുകൾ വിതരണം ചെയ്തു കഴിഞ്ഞു. ഓക്സിജൻ സിലിണ്ടറുകൾക്കുള്ള പണം കണ്ടെത്താനാകാതെ വന്നതോടെ ഷാനവാസ് ഷെയ്ഖ് തന്റെ ഫോർഡ് എൻഡവർ കാർ വിറ്റു. ഈ പണം കൊണ്ടാണ് ഇപ്പോൾ ഇവർ ഓക്സിജൻ സിലിണ്ടറുകൾ വിതരണം ചെയ്യുന്നത്. इन्हीं ने शुरुआत में कहा कि हम लोग कम से कम 20 सिलेंडर से शुरू करते हैं और अपने रेंज का आसपास के एरिया में कवर करेंगे. पर जब जिस तरह से मतलब रिक्वायरमेंट बढ़ते गई तो इन्हीं ने उसको केटर करने के लिए अपनी SUV थी उसको बेच दिया और फिर और 30 सिलेंडर जम्बो का इंतजाम किया. ഏറെ ദാരുണമായ ഒരു സംഭവമാണ് ഇരുവരെയും ഓക്സിജൻ സിലിണ്ടറുകൾ സൗജന്യമായി വിതരണം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അബ്ബാസ് റിസ്വിയുടെ സഹോദരി 6 മാസം ഗർഭിണിയായിരിക്കെ കോവിഡ് ബാധിച്ചു മരിച്ചു. അസുഖബാധിതയായ ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും 5 ആശുപത്രികൾ ഓരോ കാരണം പറഞ്ഞ് പ്രവേശനം നിഷേധിക്കുകയായിരുന്നു. ഒടുവിൽ 6ാമത്തെ ആശുപത്രിക്ക് മുന്നിൽ നിർത്തിയിട്ട ഓട്ടോറിക്ഷയിൽ കിടന്നാണ് അവർ മരിച്ചത്. ഓക്സിജൻ സമയത്ത് ലഭ്യമാക്കിയിരുന്നുവെങ്കിൽ അവരുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്ന് അവർ പിന്നീട് അറിഞ്ഞു. ഇതാണ് ഇത്തരത്തിലൊരു ഉദ്യമത്തിലേക്ക് സുഹൃത്തുക്കളെ എത്തിച്ചത്. हम लोग फ्री ऑफ कॉस्ट में प्रोवाइड करा रहे हैं ताकि उनका जो सैचुरेशन लेवल है वो मेंटेन रहे घर पे एटलीस्ट. फिर हम लोग 48 आवर्स के लिए प्रोवाइड कर रहे हैं. लगभग तकरीबन 10 तारीख से शुरू किया है और अभी तक हमने तकरीबन 250 से 300 सिलेंडर हम लोग प्रोवाइड करा चुके हैं. 40 सिलेंडर हमारे पास छोटे हैं, 30 जम्बो है और लगभग 15 दिन से मतलब काम चल रहा है हमारा. ഷാനവാസ് ഷെയ്ഖിന്റെയും അബ്ബാസ് റിസ്വിയുടെയും പ്രവർത്തനം ഇതിൽ മാത്രം ഒതുങ്ങുന്നില്ല. അസുഖബാധിതരായവരെ കൃത്യസമയത്ത് ആശുപത്രികളിൽ എത്തിക്കാനും ഇവർ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ഇവരിൽ പലരും പിന്നീട് കോവിഡ് പോസിറ്റീവ് ആണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ഷാനവാസ് പറയുന്നു. ഏറെ പ്രത്യേകതകളുള്ള ക്ഷേത്രമാണ് അസമിലെ ഗോഹട്ടിയിലുള്ള ഹാജോ ക്ഷേത്രം. ഹയഗ്രീവ മാധവ മന്ദിർ എന്ന പേരുള്ള ഹാജോ ക്ഷേത്രത്തിന്റെ പ്രത്യേകത ഭക്തർ ഇവിടെ നൽകുന്ന സമർപ്പണമാണ്. ഈ സമർപ്പണം പരിസ്ഥിതി സംരക്ഷണത്തിന് പര്യായമായിട്ടും ക്ഷേത്രത്തെ ലോകമൊട്ടാകെ പരിഗണിക്കാനിടയാക്കി. ഗോഹട്ടിയിൽ നിന്ന് 24 കിലോമീറ്റർ അകലെയായി കാംരൂപ് ജില്ലയിൽ ബ്രഹ്മപുത്ര നദിയുടെ തീരത്തോട് ചേർന്നുള്ള മോണിക്കുട്ട് കുന്നിലാണ് ഹയഗ്രീവ മാധവ മന്ദിർ എന്ന ഹാജോ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ബോഡോ ഭാഷയിലെ ഹജ്ബ എന്ന വാക്കിൽ നിന്നാണ് ഹാജോ എന്ന വാക്ക് വന്നത്. ഹാജോയുടെ അർത്ഥം കുന്ന് എന്നാണ്. കുന്നിനു മുകളിലാണ് ഹാജോയിലെ പ്രധാന ക്ഷേത്രമായ ഹയഗ്രീവ മന്ദിർ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയാണ് ക്ഷേത്രത്തിന് ഹാജോ എന്ന പേര് വീണത്. ഇത് ക്ഷേത്രത്തിന്റെ ചരിത്രം. എന്നാൽ ക്ഷേത്രത്തിനെ പ്രശസ്തമാക്കുന്നത് ഈ ചരിത്രമല്ല, മറിച്ച് ക്ഷേത്രത്തിലെ കുളത്തിലുള്ള ഒരിനം ജീവിയാണ്. ബ്ലാക്ക് സോഫ്റ്റ് ഷെൽ എന്ന ഇനത്തിലുള്ള കടലാമകളാണ്. വന്യതയിൽ വംശനാശം നേരിട്ടതായി 2002 പ്രഖ്യാപിച്ച ആമകളാണിത്.
ഹാജോ ക്ഷേത്രത്തിലെ കുളത്തിൽ ഇവ ധാരാളമായി പിന്നീട് കണ്ടെത്തി. अगर टर्टल ना हो बहुत सारे स्पीशीज़ को इफेक्ट पड़ेगा क्योंकि वो कीस्टोन स्पीशीज़ है, तो कीस्टोन स्पीशीज़ हट जाने से पूरा इकोसिस्टम उसके नीचे जो है कोलैप्स हो जाएगा और जो भी प्लांट्स भी है उनको जो पोलिनेशन का काम कर रहा है टर्टल, सीड डिस्पर्सल का काम कर रहा है, वो सब बंद हो जाएगा. ക്ഷേത്രത്തിലെത്തുന്ന വിശ്വാസികൾ ഇവിടെ ഭഗവാന് സമർപ്പിക്കുന്നത് ഈ ആമകളെയാണ്. ഇതുതന്നെയാണ് ഇവ ഇത്രയേറെ കുളത്തിൽ കാണപ്പെടാനും കാരണം. ഭഗവാൻ വിഷ്ണുവിന്റെ രണ്ടാമത്തെ അവതാരം കൂർമ്മമായിരുന്നു എന്നതാണ് ആമകളെ സമർപ്പിക്കാൻ ഭക്തരെ പ്രേരിപ്പിക്കുന്നത്. പരിസ്ഥിതി പ്രവർത്തകർ ക്ഷേത്ര ഭാരവാഹികളുമായി ചേർന്ന് ഇവയുടെ സംരക്ഷണത്തിന് പദ്ധതികൾ പ്രാവർത്തികമാക്കി കഴിഞ്ഞു. हम लोगों ने मंदिर के पॉन्ड का ट्री था, उसका कॉर्नर्स हम लोगों ने तोड़ा, फिर हम लोगों ने उसमें सिल्ट डाल दिया जैसे नेचुरल रिवर सिस्टम में होता है. हम लोगों ने उस पॉन्ड में बेम्बू का यूज़ किया फॉर मेकिंग देम बास्क. तो टर्टल जब वो बास्क वहाँ पे करते हैं बेम्बू के ऊपर, तो उनको जो पैरासाइट वगैरह प्रॉब्लम होता है उससे उनको निजात मिलता है. इसके बाद से हम लोगों ने देखा कि एक बेटर एग रेशियो हम लोगों को मिलना चालू हुआ, तो उस एग को हम लोगों को सिर्फ कलेक्ट करना था. असम स्टेट जो है इस होल प्रोजेक्ट में एक आइकॉनिक रोल प्ले कर रही है क्योंकि यहीं पे टर्टल को हम लोग बड़े कर रहे हैं. ഇവയുടെ പ്രജനനത്തിനും ശ്രമം തുടരുന്നുണ്ട്. ക്ഷേത്രത്തിനൊപ്പം ആമകളുടെ സംരക്ഷണത്തിനുള്ള മാർഗങ്ങൾ തേടുകയാണ് ഹാജോ ക്ഷേത്രവും പ്രദേശവാസികളും. കാലം മുറിവുകൾ മായ്ക്കും, ചില രഹസ്യങ്ങൾ രഹസ്യങ്ങളായി സൂക്ഷിക്കും, പക്ഷേ ചിലത് പുറം ലോകത്തോട് വിളിച്ചു പറയും. അങ്ങനെ കാലം ലോകത്തിന് മുന്നിലെത്തിച്ച ഒരു മായക്കാഴ്ചയാണ് ബാട്ടേശ്വർ. ബാട്ടേശ്വർ എന്ന പേരിൽ ഒഡീഷയിലും ഉത്തർപ്രദേശിലുമൊക്കെ ക്ഷേത്രങ്ങളുണ്ടെങ്കിലും ഇതിൽ പ്രധാനം മധ്യപ്രദേശിലെ ബാട്ടേശ്വർ ക്ഷേത്ര സമൂഹമാണ്. ബാട്ടേശ്വർ ഒരൊറ്റ ക്ഷേത്രമല്ല, വലുതും ചെറുതുമായ 200ഓളം ക്ഷേത്രങ്ങളുടെ സമൂഹമാണ്. രാജസ്ഥാൻ മുതൽ ഇപ്പോഴത്തെ ബംഗ്ലാദേശ് വരെ വ്യാപിച്ചു കിടന്നിരുന്ന ഗുർജർ പ്രതിഹാര വംശക്കാരാണ് ബാട്ടേശ്വര ക്ഷേത്രം പണി കഴിപ്പിച്ചത്. 7ാം നൂറ്റാണ്ടിന്റെ അവസാന പകുതിയിലാണ് ബാട്ടേശ്വരയിലെ ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചത്. ഗ്വാളിയോർ നഗരത്തിൽ നിന്ന് 35 കിലോമീറ്ററും മൊറേനയിൽ നിന്ന് 30 കിലോമീറ്ററും അകലെയാണ് ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. 25 ഏക്കറിലാണ് ഇവ. ഭഗവാൻ ശിവന്റെ മറ്റൊരു രൂപമായ ഭൂതേശ്വരന്റെ പ്രതിഷ്ഠയാണ് ഇവിടുത്തെ ക്ഷേത്രങ്ങളിൽ അധികവും. ഭൂതേശ്വര ക്ഷേത്രം പറഞ്ഞ് ലോപിച്ച് ബാട്ടേശ്വർ ആവുകയായിരുന്നു. മണൽക്കല്ലുകൊണ്ടാണ് ക്ഷേത്രങ്ങളേറെയും പണിതത്. 13ാം നൂറ്റാണ്ടിലുണ്ടായ ഭൂചലനത്തിൽ 100ലേറെ ക്ഷേത്രങ്ങൾ നശിച്ചിരുന്നു. ഈ ചരിത്രശേഷിപ്പിനെ കുറിച്ച് ആദ്യം രേഖപ്പെടുത്തുന്നത് 1882 അലക്സാണ്ടർ കണ്ണിംഗ്ഹാമാണ്. 1920 ബാട്ടേശ്വരയെ സംരക്ഷിത മേഖലയായി ഇന്ത്യൻ പുരാവസ്തു വകുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷെ ക്ഷേത്രങ്ങളുടെ സംരക്ഷണം ഏറ്റെടുക്കലിനും പുനരുദ്ധാരണത്തിനുമെല്ലാം 2005 വരെ കാത്തിരിക്കേണ്ടി വന്നു.
ക്ഷേത്രം ഏറ്റെടുക്കാൻ വൈകിയതിന് കാരണം മറ്റൊന്നുമല്ല. ഒരു കാലത്ത് ചമ്പൽ താഴ്വരയെ ഭീതിയുടെ താഴ്വരയാക്കിയ കൊള്ളക്കാരായിരുന്നു. കൊള്ളസംഘങ്ങളുടെ കേന്ദ്രമായിരുന്നു വാട്ടേശ്വര ക്ഷേത്ര സമൂഹം അടങ്ങുന്ന പ്രദേശം. ആരും തിരിഞ്ഞു നോക്കാതെ കിടന്ന ഈ ക്ഷേത്രങ്ങൾ പല കൊള്ളസംഘത്തിന്റെയും താവളങ്ങളായിരുന്നു. എന്നാൽ ഈ ക്ഷേത്രങ്ങൾ നിലനിന്നു പോന്നതും ഈ കൊള്ളക്കാരുടെ സാന്നിധ്യം കൊണ്ട് മാത്രമാണെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അതിന് വ്യക്തമായ കാരണങ്ങളുമുണ്ട്. കൊള്ളക്കാരാണെങ്കിലും എല്ലാവരും ഭക്തന്മാരായിരുന്നു. നിത്യേന പൂജകളും മറ്റുമൊക്കെ നടത്തി ക്ഷേത്രം അവർ സംരക്ഷിച്ചു പോന്നു. 2005 മാത്രമാണ് ഇന്ത്യൻ പുരാവസ്തു വകുപ്പിന് ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചത്. അതും നിർഭയ് സിംഗ് ഗുർജർ എന്ന കൊള്ളക്കാരന്റെ അനുമതിയോടും സഹായത്തോടും കൂടി മാത്രം. പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചതോടെയാണ് ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത്. ഇവിടെ ശിവന്റെ മാത്രം പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളല്ല ഉണ്ടായിരുന്നത്. വിഷ്ണുവിന്റെയും ശക്തിയുടെയും എല്ലാം പ്രതിഷ്ഠകളുള്ള ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. ശിവന്റെയും വിഷ്ണുവിന്റെയും പ്രതിഷ്ഠകളുള്ള ക്ഷേത്രങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും വലുത്. ത്രിമൂർത്തികളുടെയും ദേവിയുടെയും ഗണപതിയുടെയും എല്ലാം പ്രതിഷ്ഠകൾ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു കുളത്തിനു ചുറ്റുമെന്ന രീതിയിലാണ് ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇത്രയേറെ ക്ഷേത്രങ്ങൾ ഒരുമിച്ചുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമൂഹം ഇതുതന്നെയാണ്. ക്ഷേത്രങ്ങളെല്ലാം 5 അടി മുതൽ 50 അടിയിലേറെ ഉയരമുള്ളവയാണ്. 8 വർഷം കൊണ്ട് ഏകദേശം 80ഓളം ക്ഷേത്രങ്ങളാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പുനർനിർമ്മിച്ചത്. ശേഷിക്കുന്ന ക്ഷേത്രങ്ങളുടെ പുനർനിർമ്മാണം തുടരുകയാണ്. ന്യൂസ് 18 ഇന്ത്യയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വീട്ടമ്മ